ഇന്ന് ഹോളി ആയതുകൊണ്ട് മയൂസിന് സ്കൂൾ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയൊന്നുമില്ല. ഫ്രിഡ്ജിൽ കുറച്ച് മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു. ലഞ്ചിന് അത് വെച്ചിട്ട് ഒരു കറി ആക്കാമെന്ന് കരുതി. ആദ്യം ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. കൈവച്ച് സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. പറ്റുന്നില്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്ക് ചെത്തിയെടുക്കാം. ഇത് ഇളക്കാതെയും കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇതിൻ്റെ പുറത്ത് ഒരു വഴുക്കൽ കണക്കെ തോന്നും. തൊലി കളഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടും. മയൂസിന് ഈ കറി വളരെ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇത് വയ്ക്കാറുണ്ട്. ഈ കറിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് വൃത്തിയാക്കിയെടുക്കാൻ ഇത്തിരി സമയമെടുക്കും. എങ്കിലും തൊലി കളഞ്ഞെടുത്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനിതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്തെങ്കിലും മരുന്നൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് പോകുമെന്ന് നമുക്ക് ആശ്വസിക്കാം. മഷ്റൂം വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി കറികളൊക്കെ ചെയ്യാൻ അറിയുന്നവർ എൻ്റെ ഈ വീഡിയോ കാണണ്ട കേട്ടോ. എനിക്കറിയാവുന്ന ഒരു തട്ടിക്കൂട്ടൽ കറി, എന്നെപ്പോലെ തട്ടിക്കൂട്ടൽ പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറി. തട്ടിക്കൂട്ടലാണെങ്കിലും കറി ടേസ്റ്റിയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഓക്കെ, ചിക്കൻ കറി വെക്കുന്നത് പോലെ നമുക്കിതും ചെയ്യാം. ഇതിനു മുമ്പ് ഒരുപാട് തവണ പല രീതിയിലും ഉണ്ടാക്കി നോക്കി ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരൈറ്റമാണ് ഈ മഷ്റൂം. അവസാനം ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിനെ സെറ്റാക്കിയെടുത്തു. പാചകം ചെയ്താണ് പഠിക്കുന്നതെന്ന് പണ്ടുള്ളവർ പറയുന്നത് വളരെ കറക്റ്റാണെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇത് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ മസാല ആഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മഷ്റൂം നന്നായി കഴുകിയെടുത്ത് അതിനെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഇളക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ആകെ മാറും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ചേർക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്. ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നിട്ടുണ്ടായിരുന്നു. തക്കാളി ചെറുതായി അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. സവാള നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മസാല എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. ഇതിനകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ മഷ്റൂം ആദ്യമായി കറി വെക്കുന്ന സമയത്ത് ഇതെനിക്കറിയാണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളവും ഇതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളവും അങ്ങനെ മൊത്തത്തിൽ കറി കുളമായി പോയിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. എന്നെപ്പോലെ ആദ്യമായി പരീക്ഷണം നടത്തുന്നവരുണ്ടെങ്കിൽ ഈ അബദ്ധം പറ്റരുത്. എനിക്ക് പൊതുവെ ചിക്കൻ കറി വെക്കുന്നതാണെങ്കിലും അതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ വേവിക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. മഷ്റൂമിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം തന്നെ മതി ഇത് വെന്ത് കിട്ടാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത മസാലയെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ നല്ല ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല.
നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കാം. ചിക്കൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഓക്കെ ഗൈസ്, ബൈ.